Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the second lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing the syllabus of the third module, Industry and Environment. And in this lecture, we are going to discuss the topic pollution. As we all know, നമ്മുടെ എൻവയോൺമെൻറ്റ് ഫേസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ് പൊല്യൂഷൻ. പൊല്യൂഷൻ ലിവിങ് ഓർഗാനിസംസിൻ്റെ ലൈഫ്സിലും സർട്ടൺ നെഗറ്റീവ് ഇഫക്ട്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ പൊല്യൂഷൻ? പൊല്യൂഷൻ്റെ മീനിങ് ആണ് നമുക്ക് നോക്കാം. പൊല്യൂഷൻ ഈസ് ആൻ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എയർ, വാട്ടർ ആൻഡ് ലാൻഡ് that will harmfully affect human life and the lives of desirable species. എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് ആയ എയർ, വാട്ടർ, ലാൻഡ് തുടങ്ങിയവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലും കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലും ഉണ്ടാകുന്ന അൺഡിസൈറബിൾ ചേഞ്ച് ആണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എയർ, വാട്ടർ, ലാൻഡ് തുടങ്ങിയവയുടെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാകുന്ന സ്യൂട്ടബിൾ അല്ലാത്ത ഒരു ചേഞ്ച് ആണ് പൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹാർംഫുള്ളി അഫക്റ്റ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ ലൈഫ്സ് ഓഫ് ഡിസൈറബിൾ സ്പീഷീസ്. പൊല്യൂഷൻ ഹ്യൂമൻ ലൈഫിനെയും അതുപോലെ തന്നെ ഡിസൈറബിൾ സ്പീഷീസിൻ്റെ ലൈഫ്സിനെയും ഹാർംഫുള്ളി അഫക്റ്റ് ചെയ്യും. ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിനോടൊപ്പം തന്നെ പ്ലാന്റ്സ്, ആനിമൽസ് തുടങ്ങി സർട്ടൺ ഡിസൈറബിൾ സ്പീഷീസ് ഉണ്ട്. ആ ഡിസൈറബിൾ സ്പീഷീസിൻ്റെ ലൈഫ്സിനെയും പൊല്യൂഷൻ ഹാർംഫുള്ളി അഫക്റ്റ് ചെയ്യും. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് ദ ഡെഫിനിഷൻ ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻട്രൊഡക്ഷൻ ബൈ ഹ്യൂമൻസ് ഡെലിബറേറ്റ്ലി ഓർ inadvertently of substances or energy, heat, radiation, noise into the environment resulting in a deleterious effect. As per this definition, പൊല്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ ഇൻഅഡ്വർട്ടൻ്റ്ലി വിച്ച് മീൻസ് ആക്സിഡൻ്റ്ലി സബ്സ്റ്റാൻസസോ എനർജിയോ എൻവയോൺമെൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്ന എനർജി ഹീറ്റോ റേഡിയേഷനോ നോയ്സോ ആകാം. ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ എ ഡിലീറ്റീരിയസ് ഇഫക്റ്റ്. ഡിലീറ്റീരിയസ് ഇഫക്റ്റ് മീൻസ് ഹാർംഫുൾ ഇഫക്റ്റ്. അതായത് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഡെലിബറേറ്റ്ലി, അതായത് മനഃപൂർവ്വമായോ അല്ലെങ്കിൽ ആക്സിഡൻ്റലിയോ സബ്സ്റ്റാൻസസോ എനർജിയോ എൻവയോൺമെൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ക്യാൻ റിസൾട്ട് ഇൻ എ ഹാർംഫുൾ ഇഫക്റ്റ്. What do you mean by pollutants? Substances or factors which affect the normal functioning of human life and domesticated species when introduced into the biosphere is called pollutants. So, pollutants are substances or factors, and when these substances or factors are introduced into the biosphere, it can affect the normal functioning of human life and domesticated species. Pollutants എന്ന് പറയുന്നത് സബ്സ്റ്റാൻസസോ ഫാക്ടേഴ്സോ ഒക്കെയാണ്. ഈ സബ്സ്റ്റാൻസസോ ഫാക്ടേഴ്സോ ബയോസ്ഫിയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ബയോസ്ഫിയർ എന്ന് പറയുന്നത് പ്ലാനറ്റിൻ്റെ ലിവിങ് തിങ്സിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു സ്ഫെയറിൽ മൈക്രോ ഓർഗാനിസംസും പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ ബയോസ്ഫിയറിൽ ഈ സബ്സ്റ്റാൻസസോ ഫാക്ടേഴ്സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഹ്യൂമൻ ലൈഫിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിനെയും ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിനെയും അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, പൊല്യൂട്ടൻറ്റ് ക്യാൻ കോസ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ദ നാച്ചുറൽ ക്വാളിറ്റി ഓഫ് എനി കമ്പോണൻറ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ ഏതൊരു കമ്പോണൻറ്റിൻ്റെയും നാച്ചുറൽ ക്വാളിറ്റിയിൽ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ്, ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ ഈ പൊല്യൂട്ടൻസിന് കഴിയും. ദേ ആർ വേസ്റ്റ് പ്രോഡക്ട്സ് ഓർ ബൈ പ്രോഡക്ട്സ് ഓഫ് ദ മെറ്റീരിയൽസ് വി മേക്ക്, യൂസ് ഓർ ത്രോ എവേ. നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിച്ചെറിയുന്ന മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സോ ബൈ പ്രോഡക്ട്സോ ഒക്കെയാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. നൗ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂട്ടൻസ്?
Ecologically, pollutants are classified into two main groups. രണ്ട് മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ടാണ് എക്കോളജിക്കലി പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. ഇൻ കേസ് ഓഫ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ദേ കനോട്ട് ബി ഡീകമ്പോസ്ഡ്. നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ഡീകമ്പോസ് ചെയ്യാൻ കഴിയില്ല. സെക്കൻഡ് വൺ ഈസ് ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. ദേ ക്യാൻ ബി ഡീകമ്പോസ്ഡ് ബൈ നാച്ചുറൽ പ്രോസസ്സ്. അതായത് നാച്ചുറൽ പ്രോസസ്സ് വഴി ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസിനെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നൗ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. വി വിൽ മെൻഷൻ ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഹിയർ ആൻഡ് ദേ ആർ: first one is air pollution, second one is water pollution, third one is soil pollution, fourth one is marine pollution, fifth one is noise pollution, and the sixth one is thermal pollution. We will discuss various types of pollution in detail in the coming lectures. Thank you.